മീനച്ചിൽ പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കാത്തതിനെതിരെ ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മീനച്ചിൽ പഞ്ചായത്ത് താരതമ്യേന വരുമാനം കുറവുള്ള പഞ്ചായത്താണ്. ഇവിടെ സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ പോലും ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി. മഴക്കാലത്തിന് മുമ്പായി ചെയ്തു തീർക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 10% പോലും നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ വീഴ്ചയാണ്. അതിന് എണ്ണമിട്ട് പറയട്ടെ, 60 ലക്ഷം രൂപയിലധികം റോഡിന് മാത്രമായിട്ടുള്ള ഫണ്ട് ലാപ്സായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് ലാപ്സാകുമ്പോഴുള്ള പ്രശ്നം അടുത്ത പദ്ധതിയിലും നമുക്ക് ആ ഭരണപരാജയം അല്ലെങ്കിൽ അവിടുന്ന് വീതം കിട്ടുന്നില്ല എന്നുള്ള പ്രതിസന്ധി പലപ്പോഴും നിലനിൽക്കെ കിട്ടുന്ന വിഹിതത്തിൽ നമ്മുടെ ഉദാസീനമായ നിലപാട് കൊണ്ടും ഭരണസമിതിയുടെ ഭരണപരിചയത്തിലുള്ള കുറവ് കൊണ്ടും കിട്ടുന്ന പണം കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു നാടിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മീനച്ചിൽ പഞ്ചായത്ത് എന്ന് പറയാൻ നമുക്കൊരു കാർഷിക മേഖലയാണ്. തനത് വരുമാനം വളരെയേറെ കുറവുള്ള ഒരു പഞ്ചായത്താണ്. മറ്റ് സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തനത് വരുമാനം കുറവുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന പദ്ധതി വിഹിതം ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുള്ളത്. ഞങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഭരണസമിതിയോടും ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ്, ഇത് രാഷ്ട്രീയമല്ല, ഇത് നാടിന്റെ വികസന പ്രശ്നമാണ്. അത് ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനും അർഹിക്കുന്ന, അത് നെൽകർഷകരുടെ സബ്സിഡി ഉൾപ്പെടെ എന്ന് വേണ്ട ജലനിധിയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിൽ സാധാരണക്കാർക്ക് അർഹിച്ച് സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര വിഹിതത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള തുക ചെലവഴിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം വലിയ വീഴ്ചയാണ്. ആ വീഴ്ച പരിഹരിച്ച് ഈ നാടിന് അർഹതപ്പെട്ട തുക പണവും നിർബന്ധമായും ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുണ്ടാകണം. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനല്ല, നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഇനി വീഴ്ചകൾ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ നാടിന് അർഹമായ അവകാശങ്ങൾ നടപ്പിലാക്കി കൊടുക്കുവാൻ വേണ്ടി ജനം നിയോഗിച്ച ജനപ്രതിനിധികളാണ്. ഇവിടെ ബി.ജെ.പിയുടെ ജനപ്രതിനിധികളുണ്ട്. ആ ജനപ്രതിനിധികൾ 100% സേവന സന്നദ്ധമായി ഈ പഞ്ചായത്തിൽ നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒരിക്കലും അതിനെ തുരങ്കം വെക്കാൻ നിൽക്കുന്ന ജനപ്രതിനിധികളല്ല ഞങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ. ഭാരതീയ ജനതാ പാർട്ടിയുടെ നയവും അതല്ല. എങ്കിലും ഒരു തരത്തിലും ഈ നാട്ടിൽ ഉള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എങ്കിൽ പരസ്യമായ പ്രക്ഷോഭത്തിലേക്ക് മുമ്പോട്ട് പോകാതിരിക്കാൻ ജനപ്രതിനിധികളെ ഞങ്ങൾക്കും നൽകിയിട്ടുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട് ഞങ്ങൾക്ക് കടുത്ത സമരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഈ നിലപാടുകൾ തുടരാതെ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാക്കി എത്രയും പെട്ടെന്ന് ഈ നിലപാടുകൾ തിരുത്തി ഈ നാടിന് അവകാശപ്പെട്ട വികസനങ്ങൾ തടസ്സപ്പെടുത്താതെ മുമ്പോട്ട് പോകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ നിലയിൽ ഇതിനുവേണ്ടി നിലകൊണ്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ പാർട്ടിയുടെ നേതൃത്വം, ഇതിന് ഈ പരിപാടി ഇട്ടത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സജീവേട്ടനൂടെയാണ്. അദ്ദേഹം ഇന്നലെ ഒരു അപകടത്തിൽ പെട്ട് അദ്ദേഹം ആശുപത്രിയിൽ, ചെറിയ കാലിനൊരു ഒടിവുണ്ട്, അദ്ദേഹം ആശുപത്രിയിലാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, പാർട്ടിയുടെ നേതാക്കന്മാർ, അതുപോലെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ ധർണാ സമരം ഇവിടെ മുദ്രാവാക്യം വിളിച്ച പോലെ, അത് ഭംഗിക്ക് മുദ്രാവാക്യം വിളിച്ചതല്ല, ഇന്ന് ഈ സമരം ഒരു സൂചനയാണ്. ഈ സൂചന എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരുത്തുവാനുള്ള സൂചനയാണ്. നിങ്ങൾ തിരുത്തിയില്ല എങ്കിൽ കർശനമായ സമരമുറകളുമായി ഭാരതീയ ജനതാ പാർട്ടി ഈ നാടിന് കാവലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ യോഗം, ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. പഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതികൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. മീനച്ചിൽ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷോൺ.
അരവിന്ദൻ നിരവത്ത് അധ്യക്ഷത വഹിച്ചു. എസ് ജയസൂര്യൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശരത് കുമാർ, ബിജു CB, സതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലിയേറ്റീവ് സംവിധാനം സാധാരണ നിലയിലാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് സമരസമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. i4 ന്യൂസ്, പാലാ.